ഹരേ കൃഷ്ണ. 5 സക്സസ് സൂത്രങ്ങൾ ഭഗവത്ഗീതയിൽ നിന്നും എന്ന കോഴ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ആദ്യത്തെ സൂത്രം പഠിച്ചു. ഇന്ന് രണ്ടാമത്തെ സൂത്രം പഠിച്ചു തുടങ്ങുകയാണ്. ഈ സക്സസ് സൂത്രങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ടാർഗറ്റായിട്ടുണ്ട്. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അതൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്ലാനും നല്ലൊരു ലക്ഷ്യം, നല്ലൊരു റൈറ്റ് അപ്രോച്ച് വേണം. എങ്കിൽ മാത്രമേ നമുക്കിതിലൊക്കെ സക്സസ്ഫുൾ ആവാൻ പറ്റൂ. ഒരു പ്ലാൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അന്നേരം ഈ കൂട്ടുകാരൻ സുന്ദർ സഖാ സുബൽദാസ് ഇസ്കോൺ ഗുരുവായൂരിൽ നിന്നും നമ്മുടെ ഈ കൂട്ടുകാരെ എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. 5 ടിപ്സാണ് 5 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നലത്തെ ദിവസം നമ്മൾ ഒരു ടിപ്പ് പഠിച്ചു. ഈ ടിപ്സ് എല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു ഫോമുല, ഒരു അബ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വാക്കുകളൊക്കെ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ചുരുക്കി ഷോർട്ട് ഫോം എന്ന് പറയും. അങ്ങനെ ചുരുക്കി നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ് എന്താണ്? പാർത്ത് എന്ന് പറയുന്നത്. ഈ പാർത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ഇത് അർജുൻ്റെ പേരാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പൃഥ എന്ന വാക്കിൽ നിന്നാണ് പാർത്ത് എന്ന് പറയുന്നത്. പൃഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തി ദേവിയുടെ പേരാണ്. ആ കുന്തി ദേവിയുടെ മകനെയാണ് പാർത്ത് എന്ന് പറയുന്നത്. അർജുന് ധാരാളം പേരുകളുണ്ട്. പ്രധാനപ്പെട്ട 10 പേരുകൾ അതിൽ നിന്ന് ഒരു പേരാണ് പാർത്ത് എന്ന് പറയുന്നത്. അതേ പേരിൽ തന്നെ പാർത്ത് സാരഥി എന്നും നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിക്കാറുണ്ട്. പാർത്ഥൻ്റെ സാരഥി എന്നുള്ള പേരിൽ. എന്നാൽ ഇതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുകയാണ്, പാർത്ത് എന്നുള്ള ആ ഫോമുല. ഇന്നലെ പാർത്തിലെ PARTH, ഇന്നലെ നമ്മൾ PA കുറിച്ച് ചർച്ച ചെയ്തു. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ചോദ്യം പേപ്പർ ഇന്നലെ എല്ലാ കുട്ടികൾക്കും കിട്ടി. കുട്ടികളൊക്കെ നല്ല മനോഹരമായിട്ട് അതിൻ്റെ ഉത്തരം എഴുതി. കുറച്ച് കുട്ടികൾ മാത്രം ക്ലാസ് ഒന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. അവർ കേൾക്കാതെ അവർക്ക് തോന്നിയ രീതി ഉത്തരം എഴുതി. അതൊക്കെ വളരെ മോശമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ നല്ല മേന്മ വരാൻ പോകുന്നത് അല്ലേ? അന്നേരം ഒരു ടീച്ചറിന് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? ഇത്രയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടും കുട്ടികൾ അതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ വലിയ വിഷമമാണ്. അതുകൊണ്ട് ഇന്ന് ഞാനും കുറച്ച് വിഷമത്തിലാണ്. കാരണം ചില കുട്ടികൾ ഈ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോണിൻ്റെ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്താ എഴുതുന്നതെന്നറിയോ? ഐഫോണുണ്ട്, ആൻഡ്രോയിഡ് ഫോണുണ്ട്. ഇതെന്ത് ഫോണിൻ്റെ കട തുറങ്ങുവാണോ? ഫോണിൻ്റെ കട തുറക്കാൻ വേണ്ടിയാണോ നമ്മൾ ഇത് ക്ലാസ്സൊക്കെ ഇത് ചർച്ച ചെയ്തത്? അറിയത്തില്ല എങ്കിൽ ചോദ്യം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചുമ്മാ ക്ലാസ് പോലും കേൾക്കാതെ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ എഴുതുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? എനിവേ കുഴപ്പമില്ല. എന്നാലും ബാക്കിയുള്ള 90% കുട്ടികളും നല്ല മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവരെല്ലാം നല്ല രീതിയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് നമ്മൾ മൈൻഡ് കൺട്രോൾ അത്യാവശ്യമാണെന്ന് പഠിച്ചു. മൈൻഡ് കൺട്രോൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ഇന്നലെ ഒരു ചോദ്യമുണ്ടായിരുന്നു, നമ്മൾ ആരാണെന്ന്. എല്ലാവരും എഴുതി നമ്മൾ ശരീരമല്ല. നമ്മൾ ആരാണ് എന്നായിരുന്നു ചോദ്യം. ശരീരമല്ല, അത് കറക്റ്റ് ഒരു പോയിൻ്റാണ്. പക്ഷെ ആത്മാവാണെന്നും കൂടെ എഴുതണ്ടേ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടു കാണും, മരിച്ചു കിടക്കുന്നതായിട്ട്, ഡെഡ് ബോഡി ആയിട്ട്. അന്നേരം ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെല്ലാം കരയും, അയ്യോ എന്നെ വിട്ടു പോയേ. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ശരീരം അവിടെ തന്നെ കിടക്കുകയല്ലേ. ആരാണ് പോയത്? ആ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ആ വ്യക്തി പോയി. അതേപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന
വ്യക്തിയാണ് നമ്മൾ. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരത്തെ കാണുന്നു. നമ്മൾ കണ്ണാടിയിലൊക്കെ എപ്പോഴും നോക്കും, ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി അതൊക്കെ എടുക്കാറുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്തിരിക്കുകയാണ്. അഹം എന്ന് പറയുന്ന ഞാൻ അകത്താണിരിക്കുന്നത്. ആ ഒരു വ്യക്തിയാണ് മനസ്സാകുന്ന സോഫ്റ്റ്വെയറിലൂടെ ശരീരമാകുന്ന ഈ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരം എന്ന് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ആത്മാവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആത്മാ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സംസ്കൃതത്തിൽ അഹം, ആത്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എന്നാണ് അർത്ഥം. എപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ ഇവിടെ തൊട്ടിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്, ഹൃദയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹൃദയത്തിലിരുന്നു കൊണ്ട് മുഴുവൻ ശരീരത്തിലും നമ്മുടെ ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യും. സൂര്യനെ കണ്ടില്ലേ? സൂര്യൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം മുഴുവൻ പ്രപഞ്ചത്തിലും പോകുന്ന മാതിരി, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു ശക്തി നമ്മുടെ ശരീരത്തിലെല്ലാം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഊർജമാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് പല ഉദാഹരണം തന്നിരുന്നു. ഇത് എൻ്റെ കൈ, ഇത് എൻ്റെ മൂക്ക്, ഇത് എൻ്റെ ചെവി, എൻ്റെ തല, എൻ്റെ ശരീരം. എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും എൻ്റെ ഫോണും വ്യത്യസ്തമാണ്. എൻ്റെ മൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും മൈക്കും വ്യത്യസ്തമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നമ്മൾ ശരീരമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ മനസ്സല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താ പ്രശ്നമെന്നറിയാമോ? ചിലപ്പോൾ നല്ല ടയേർഡായിട്ടിരിക്കും നമ്മൾ. എന്നിട്ട് ഞാൻ പറയും, നല്ല ടയേർഡാണ്, ഇനി പഠിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ ഈ ശരീരമല്ല എന്ന്. അന്നേരം മനസ്സിലാക്കി അകത്തുനിന്ന് ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ലിമിറ്റേഷൻസിനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സ്പോർട്സ് പേഴ്സണാലിറ്റിയിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. സ്പോർട്സ് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നല്ലപോലെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ, അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നറിയാം. അവരെപ്പോഴും അവർ കോമ്പറ്റീഷൻ ചെയ്യുന്നത് അവരോട് തന്നെയാണ്. എല്ലാ ദിവസവും ആ കോച്ച് എത്ര സമയം കൊണ്ടാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതെന്ന് അവർ ചെക്ക് ചെയ്യും. അടുത്ത ദിവസം അവരുടെ റെക്കോർഡ് അവർ തന്നെ ബ്രേക്ക് ചെയ്യണം. അതായത് അവരുടെ ബോഡിയുടെ ബെസ്റ്റ് വെർഷൻ ആക്കാൻ നോക്കുകയാണ്. പ്രാക്ടീസിലൂടെ, ട്രെയിനിങ്ങിലൂടെ, വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട്. അന്നേരം നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ട്രെയിനിങ് വേണം. പക്ഷെ നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ ബോഡിക്ക് പെയിൻ ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബോഡിയുടെ ലിമിറ്റേഷൻസിനെ താണ്ടാൻ പറ്റത്തില്ല. നോ പെയിൻ നോ ഗെയിൻ. അന്നേരം നല്ല പവർഫുൾ ആകണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മാർഷ്യൽ ആർട്സ്, കരാട്ടെ, കുങ്ഫോ ഇതൊക്കെ പഠിച്ച് നമുക്ക് ബോഡി നല്ല സ്ട്രോങ് ആക്കണമെങ്കിൽ കുറച്ചൊക്കെ പെയിൻ നമ്മൾ സഹിച്ചേ പറ്റൂ, കുറച്ചൊക്കെ ട്രെയിനിങ് എടുത്തേ പറ്റൂ. അല്ലാതെ നമുക്ക് ഒന്നിലും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. നല്ല ബോഡി ഇല്ലെങ്കിൽ നല്ല മൈൻഡും ഇല്ല, നല്ല മൈൻഡ് ഇല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് വരത്തില്ല. അന്നേരം നമ്മൾ ആഹാരം മാത്രം കഴിക്കുന്നു, പക്ഷേ ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മൈൻഡ് സ്റ്റേബിൾ ആക്കാനും മൈൻഡ് പീസ്ഫുൾ ആക്കാനും മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ ആവുന്നത്? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഫോക്കസ് വരുന്നത്? കോംപ്ലാനും ഹോർലിക്സും കഴിച്ചാൽ മാത്രം നമുക്ക് നല്ല സ്ട്രോങ് ബുദ്ധി വരുമോ? നല്ല സ്ട്രോങ് ബോഡി വേണം, നല്ല പീസ്ഫുൾ മൈൻഡ് വേണം, നല്ല ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കാൻ പറ്റണം. ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. ഇങ്ങനെ വേർതിരിച്ച് അറിയാനുള്ള ഒരു എബിലിറ്റി കിട്ടണം. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്നലെ. ഓക്കെ, പിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എയെ കുറിച്ചാണ്. അന്നേരം പല വ്യക്തികളും പറഞ്ഞു എ ഇതാണ് അതാണ്. എ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ഷനാണ്. ആക്ഷൻ. പൊതുവെ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്ക് പറയാറില്ലേ, ലൈറ്റ്, ക്യാമറ, ആക്ഷൻ.
അല്ലേ? അതേമാതിരി ആക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ്, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ആ പോസിറ്റീവ് ചിന്തകൾ ആക്ഷനിലേക്ക് എത്തിയില്ല എങ്കിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. PARTH. അതിൽ P എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, A എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് രീതിയിലുള്ള ആക്ഷൻ ആയിരിക്കണം? അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്ഷനായിട്ട് മാറണം. ആക്ഷൻ ഇല്ലാത്ത തോട്ട്സ് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിൽ വന്നു. നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചു പോസിറ്റീവായിട്ടിരിക്കണം, ടെൻഷൻ അടിക്കാതിരിക്കണം. ടെൻഷൻ അടിക്കാതിരുന്നാൽ മാത്രം മതിയോ? ആക്ഷനിൽ എന്തെങ്കിലും കാണിക്കണ്ടേ? എഴുതണ്ടേ? ആൻസർ ഷീറ്റ് കറക്റ്റായിട്ട് ചിന്തിച്ച് എഴുതണ്ടേ? അന്നേരം നെഗറ്റീവ് തോട്ട്സ് പ്രശ്നമാണ്. നെഗറ്റീവ് തോട്ട്സിനെ മാറ്റണം, പോസിറ്റീവായിട്ട് ഇരിക്കണം, പക്ഷേ ആക്ഷനും കൂടെ ചെയ്യണം. ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. പോസിറ്റീവായിട്ട് ഞാൻ വളരെ കൂളാണ്, എനിക്ക് ടെൻഷനൊന്നുമില്ല, അതിലൊന്നും കാര്യമില്ല. അത് വേണം. കാരണം അത് സ്റ്റാർട്ടിംഗ് ഫാക്ടറാണ്. കാരണം പലപ്പോഴും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് നല്ല പോലെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, പക്ഷേ ആക്ഷനും വേണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം, ആക്ഷനും വേണം. അന്നേരം നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി 2 ടിപ്സാണ് നമ്മൾ ഇന്നുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇന്ന് പഠിക്കുന്നത് എന്താണ്? ആക്ഷൻ. ഇനി ആക്ഷൻ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ആക്ഷൻ, റോങ് ആക്ഷൻ. റൈറ്റ് ആക്ഷൻ, റോങ് ആക്ഷൻ. എന്താണ് റൈറ്റ് ആക്ഷൻ, എന്താണ് റോങ് ആക്ഷൻ? പൊതുവേ ശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ പഠിക്കും, റൈറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം, റോങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മം. ധർമ്മത്തിൻ്റെ ഓപ്പോസിറ്റാണ് അധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആക്ഷൻ, അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആക്ഷൻ. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യണം അതാണ് ധർമ്മം. അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല അത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ, എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാണ് ചിട്ടവട്ടമെന്ന്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അവിടെ നോട്ടീസ് ബോർഡ് കാണും. അതിൽ പറയും ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് കുട്ടികളെല്ലാവരും ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഐ കാർഡ് ധരിക്കണം, അല്ലേ? നല്ല ക്ലീൻ ആയിട്ടുള്ള യൂണിഫോം ആയിരിക്കണം, എല്ലാ ദിവസവും യൂണിഫോമിൽ തന്നെ വരണം, ആഴ്ചയിൽ ഒരിക്കൽ ചിലപ്പം PT യൂണിഫോം ഇടണം. അങ്ങനെ കുറേ റൂൾസൊക്കെ കാണാം, അല്ലേ? എന്ത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഡോണ്ട്. തമ്മി വഴക്ക് കൂടാൻ പാടില്ല, അബ്യൂസീവ് ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ ഇതിനെയാണ് ഡോണ്ട് എന്ന് പറയുന്നത്. അന്നേരം ഡൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ യൂണിഫോമിൽ ബെൽറ്റ് ഇടണം, ടൈ ഇടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഡൂസാണ്. വേണ്ടാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിനെ ഡോണ്ട് എന്ന് പറയും, അല്ലേ? ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അന്നേരം ആക്ഷൻ, ചെയ്യേണ്ട കാര്യങ്ങളെ ആക്ഷൻ, റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ റോങ് ആക്ഷൻ എന്ന് പറയും. ഇതിനെക്കുറിച്ച് അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ 5 സൂത്രങ്ങൾ ഞാൻ എവിടെ നിന്നാണ് തരുന്നത്? അത് നിങ്ങൾ മറന്നു പോരുത്. ഭഗവത്ഗീതയിൽ നിന്നാണ്. ഈ ഭഗവത്ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. ഈ സമുദ്രത്തിൻ്റെ അകത്ത് നല്ലപോലെ ഡൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, ഡൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക, ഡൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വിമ്മറിന് ആ സമുദ്രത്തിൻ്റെ അകത്തോട്ട് മുങ്ങിപ്പോകാൻ പറ്റും. ഡൈവ് ചെയ്തിട്ട് അകത്തോട്ട് ഡീപ്പ് ഓഷനിൽ പോയി കഴിഞ്ഞാൽ
നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള രത്നങ്ങൾ, പേൾ, മുത്തുകൾ, അമേസിങ് ട്രഷർ നമുക്ക് കിട്ടും. അന്നേരം നിങ്ങൾക്ക് വേണ്ടി ഈ കൂട്ടുകാരൻ എന്ത് ചെയ്തു? കുറച്ചൊക്കെ നീന്തലൊക്കെ പഠിച്ചിട്ട് ആ സമുദ്രമാകുന്ന ഭഗവത്ഗീതയിലേക്ക് ഇങ്ങനെ പോയി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന 5 സൂത്രങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനെയാണ് പാർത്ത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലപോലെ നീന്തൽ പഠിക്കണം. നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലപോലെ ഭഗവത്ഗീതയൊക്കെ പഠിക്കണം. ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതേപോലെ നിങ്ങളും സൂത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ 5 സൂത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സൂത്രങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഭഗവത്ഗീത എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. യു വിൽ ബിക്കം മോർ എക്സ്പേർട്ട് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. അതാണ് ഭഗവത്ഗീതയുടെ ഉദ്ദേശം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എക്സൈറ്റിംഗ് ആണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആ ശ്ലോകമൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സംസ്കൃതം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് ആണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നല്ലപോലെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ സമയം കിട്ടുമ്പോഴേക്ക് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അമേസിങ് കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. ഇതെല്ലാം നമുക്ക് എന്ത് പറ്റും? നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ സക്സസ്ഫുൾ ആകാൻ പറ്റും. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സമുദ്രമാകുന്ന ഭഗവത്ഗീതയിൽ നിന്ന് 5 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഭഗവത്ഗീതയിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്നറിയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അർജുൻ വില്ലാളി വീരനായത്. അർജുൻ എല്ലാ സ്കില്ലും ഉണ്ടായിരുന്നു, പക്ഷേ റൈറ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ നിങ്ങൾ മാക്സിമം നല്ലതുപോലെ പഠിച്ചു. പരീക്ഷാ സെൻറ്ററിൽ ചെന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആൻസർ ഷീറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ചില ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെ പേപ്പർ അവരെന്താണോ എഴുതുന്നത് അത് നോക്കി എഴുതാൻ ശ്രമിക്കുകയാണ്. ഇത് ധർമ്മമാണോ അധർമ്മമാണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, ചാറ്റിലോട്ടൊന്നിട്ടേ. കോപ്പി അടിക്കുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? കോപ്പി അടിക്കുന്നത് റൈറ്റ് ആണോ റോങ് ആണോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? ഇത്രയും നേരം മെസ്സേജ് വന്ന് ഇപ്പം മെസ്സേജ് ഒന്നും വരുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടോ എല്ലാവരും? അധർമ്മം കറക്റ്റ്, അധർമ്മം കറക്റ്റ്, അധർമ്മം കറക്റ്റ്, അധർമ്മം കറക്റ്റ്. എല്ലാ കുട്ടികളും പറയുന്നുണ്ട് അല്ലേ? അന്നേരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനമ്മമാരോട് കള്ളം പറയുന്നത് ശരിയാണോ തെറ്റാണോ? ധർമ്മമാണോ അധർമ്മമാണോ? അധർമ്മം അല്ലേ? ഇതൊക്കെ നമുക്കറിയാം, എന്നിട്ട് നമ്മൾ ചെയ്യും അല്ലേ? അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അധർമ്മം ചെയ്യുമ്പോൾ എന്തുമാത്രം മോശമാണെന്നറിയാം. നമ്മൾ അധർമ്മമാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും അധർമ്മം ചെയ്യുന്നത് അത് ഏറ്റവും വലിയ അധർമ്മമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾ സമൂഹത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല വ്യക്തികളും വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഇതൊന്നും നോക്കാതെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്കൊന്നും പോകാതെ, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ കള്ള് കുടിച്ച് ജീവിതം കളയുകയാണ്. ഇത് ധർമ്മമാണോ അധർമ്മമാണോ? അധർമ്മം അല്ലേ? കാരണം ഇതൊന്നും ചെയ്യാൻ പാടില്ല. അന്നേരം ഇതേപോലെ വൈദിക ഗ്രന്ഥങ്ങളിൽ, വേദങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ധർമ്മം എന്ന് പറയുന്നത് ചെയ്യണം, അധർമ്മം ചെയ്യാൻ പാടില്ല. അന്നേരം എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പുതിയൊരു ഫോർമുല ഓർത്തിരിക്കണം. ഇനി എല്ലാവരും അധർമ്മം എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ധർമ്മമാണോ അധർമ്മമാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ പുതിയൊരു ഫോർമുല പറയുകയാണ്. 3E. ഈ 3E എപ്പോഴും ഓർത്തിരിക്കുകയാണ്. ധർമ്മമാണോ അധർമ്മമാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പല്ല് കഴിയുമ്പോൾ എന്ന് പറയത്തില്ലേ, അതേമാതിരി ഈ എപ്പോഴും ഓർത്തിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു കള്ളനെ പോലീസ് പിടിച്ചു. എന്നിട്ട് പോലീസ് കള്ളനെ പിടിച്ചതിന് ശേഷം, ജയിലിലാക്കിയതിന് ശേഷം, ആ ഒരു കള്ളൻ പറയുകയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കേണ്ടത് എൻ്റെ ധർമ്മമല്ലേ സാറേ, അതുകൊണ്ടല്ലേ ഞാൻ മോഷ്ടിച്ചത് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് ധർമ്മമാണ്. പക്ഷേ മോഷണത്തിലൂടെ മോഷ്ടിച്ച് കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് അത് ധർമ്മമാണോ? അല്ല, അധർമ്മമാണ്, അല്ലേ? അന്നേരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ത് ധർമ്മം എന്ത് അധർമ്മം എന്ന്? അതിനാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഓക്കെ. ഇനി ഞാൻ എന്താണെന്ന്, ഈ 3E എന്താണെന്ന് ഞാൻ ഇപ്പം പറയാൻ പോവുകയാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വൈദിക ഗ്രന്ഥങ്ങൾ, മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെയാണ് എന്ന് പറയുന്ന ആദ്യത്തെ എപ്പിക് എന്ന് പറയും. ഇതൊന്നും മിത്തോളജി അല്ല, ഇതൊക്കെ എപ്പിക്കാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആധികാരികമായിട്ടുള്ള വൈദിക ഗ്രന്ഥങ്ങളാണ്. ഒരു കുട്ടി എഴുതി ഇതിഹാസം, കറക്റ്റാണ്. രാമായണവും മഹാഭാരതം ഇതിഹാസമാണ്. അന്നേരം ഇതൊക്കെ ശക്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അന്നേരം ധർമ്മം ഏതാണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 3E കൂട്ടുപിടിക്കണം. അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് എപ്പിക്കാണ്. വൈദിക ഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, രാമായണം, മഹാഭാരതം. ഒരാൾ ചോദിച്ചു, എപ്പിക് മീൻസ് ട്രൂത്ത്. കറക്റ്റ്, ട്രൂത്താണ്, പരമമായ സത്യങ്ങൾ. എന്തുകൊണ്ട് ഇതൊക്കെ ട്രൂത്താണ്? ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പല കാര്യങ്ങളും പഠിക്കാറില്ലേ? അതൊക്കെ എഴുതിയത് വലിയ വലിയ സയൻറ്റിസ്റ്റ് ആൾക്കാരൊക്കെ അല്ലേ? വലിയ വലിയ പ്രൊഫസർ, ടീച്ചേഴ്സൊക്കെ അല്ലേ? അതേപോലെ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ എഴുതിയത് വലിയ വലിയ ഗുരുക്കന്മാരാണ്. വലിയ വലിയ ഗുരുക്കന്മാരാണ് ഇവരൊക്കെ എഴുതിയത്. അവർ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റിനെക്കാട്ടിയും വളരെ പവർഫുള്ളായിട്ടുള്ള സയൻറ്റിസ്റ്റുകാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വരെ ഓർത്തിരിക്കാൻ എന്തൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മൾ പുറമോട്ട് പോകുമ്പോൾ അതിഫാസ്റ്റായിട്ട് അവർക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റും. അമേസിങ് മെമ്മറി പവറാണ്. അമേസിങ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആൾക്കാരാണ് ഇവരൊക്കെ. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അന്നേരം ഇതൊക്കെ നമുക്ക് ചിലപ്പം തമാശയായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ പരമമായിട്ടുള്ള സത്യമാണ്. ബുദ്ധിമാന്മാർ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള വിഡ്ഢികൾ രത്നം കൊടുത്താലും ആ രത്നത്തിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവത്തില്ല. അന്നേരം ഈ എപ്പിക്കെല്ലാം ആധികാരികമാണെന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്റേ നമ്മൾ കാണുമ്പോൾ എക്സ്റേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ
ഡോക്ടർ എക്സ്റേ കാണുമ്പോൾ ഡോക്ടറിന് പല കാര്യങ്ങളും മനസ്സിലാവും. എന്തുകൊണ്ട്? നമ്മൾ കാണുന്നത് പോലെയല്ല ഡോക്ടർ എക്സ്റേ കാണുന്നത്. ഡോക്ടർ എക്സ്റേ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടറിൻ്റേതായിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് ഡോക്ടർ എക്സ്റേ കാണുന്നത്. അന്നേരം ഈ നോളജാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും ആരാണ്? സ്റ്റുഡൻസാണ്. സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥി, വിദ്യ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലേ? വിദ്യ എന്ന് പറയുന്ന ആ വാക്ക് വരുന്നത് വേദ എന്ന വാക്കിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്, അതാണ് നമ്മുടെ വേദങ്ങൾ. മനസ്സിലായില്ലേ? വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വരുന്നത് വേദങ്ങളിൽ നിന്നാണ്. അന്നേരം വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് അകത്തോട്ട് കയറ്റുന്നതല്ല, അകത്ത് നിന്ന് വൈദിക ജ്ഞാനത്തെ ഉണർത്തുക. ഈ വൈദിക ജ്ഞാനമെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ ഇപ്പോൾ അതെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉള്ളിലുള്ള വൈദിക ജ്ഞാനത്തെ ഉണർത്താനാണ് ശ്രമിക്കേണ്ടത്. ആ ജ്ഞാനം ഉണർത്താനാണ് നമ്മൾ ഈ വൈദിക ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അന്നേരം ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പല പല മാർഗങ്ങളുണ്ട്. ഇതിനെ 3 രീതിയിലാണ് പറയുന്നത്: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. PAS. ഇന്നലെ നമ്മൾ കുറച്ചേ പഠിച്ചുള്ളൂ, ഇന്ന് ഞാൻ കൂടുതൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കളിച്ച് ചാറ്റിൽ ലൈക്കും സ്മൈലും അയച്ച് കളിച്ചിരിക്കരുത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഗാലറിയിലായി പോകും. ഗാലറിയിലായി പോകുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങൾ കളികളൊക്കെ കണ്ടു കാണും, സ്പോർട്സൊക്കെ കണ്ടു കാണും അല്ലേ? ഈ സ്പോർട്സിൽ ഫുട്ബോൾ കളിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടീമിൽ നിന്നും പല ആൾക്കാരും ഗോൾ അടിക്കും. ഗാലറിയിലുള്ളവർ എന്ത് ചെയ്യും? വെരി ഗുഡ്, ബിസിൽ വരെ അടിക്കും അല്ലേ? അവരുടെ ജീവിതത്തിൽ ഗോൾ അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. അവരുടെ ടീമിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതുമില്ല. അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ എപ്പോഴും അപ്രീസിയേഷൻ മാത്രം കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എല്ലാവരും വെരി ഗുഡ്. അന്നേരം ഈ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ അടിക്കുന്ന ആൾക്കാരെ കണ്ടു വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഒരേപോലെ പരിശ്രമിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു. ആക്ഷനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ ആക്ഷനിൽ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യണം, എന്ത് ആക്ഷൻ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 3 E എപ്പോഴും ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് ആ 3 E? എപ്പിക് എന്നാണ് ആദ്യത്തെ E. എപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ. എന്നാൽ എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആധികാരികമായിട്ട് പറയുന്നു? വിദ്യാർത്ഥിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ നിന്നാണ് ആ വാക്ക് വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം അകത്തുള്ള ജ്ഞാനത്തെ ഉണർത്താൻ വേണ്ടിയാണ് വേദങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം പൊതുവെ ഞാൻ എക്സ്റേയുടെ ഉദാഹരണം പറഞ്ഞു. ആ എക്സ്റേ ആ ഡോക്ടർ കാണുന്നത് ജ്ഞാനത്തിലൂടെയാണ്. അതേപോലെ നമ്മൾ കാണുന്ന ലോകത്തെ യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ ശാസ്ത്രചക്ഷു വെച്ച് കാണണം എന്നാണ് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ആ ശാസ്ത്ര ശബ്ദത്തിലൂടെ ഈ ലോകത്തെ കാണണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തെ അതേ രീതിയിൽ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അതേ രീതിയിൽ കാണാൻ പറ്റത്തില്ല. എക്സ്റേ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, പക്ഷെ ഡോക്ടറിന് മനസ്സിലാവും. അതേപോലെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിൻ്റെ ശബ്ദം മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ഈ ലോകത്തെ കാണാൻ ശ്രമിക്കണം.
അന്നേരം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം? ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യൻ ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമുക്കറിയാം, ജ്ഞാനം നമുക്കുണ്ടായതുകൊണ്ട്, അതായത് സൂര്യൻ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ പ്രത്യക്ഷത്തിൽ, അതായത് നമ്മുടെ ഈ കണ്ണ് വെച്ച് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് വേൾഡാണ്. ഫിസിക്സ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ലോസ്, ഫിസിക്സിൻ്റെ എല്ലാ ലോസും ലാഘുവാകുന്ന സ്ഥലം. ഗ്രാവിറ്റി, മാഗ്നറ്റിക്കൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതൊക്കെ അങ്ങനെ പല പല എനർജീസ് ഫ്ലോ ആകുന്നുണ്ട്. അന്നേരം ഫിസിക്സിൻ്റെ എല്ലാ ലോ, ഫോഴ്സ്, പ്രഷർ, ഇതൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഫിസിക്കൽ വേൾഡ്. പക്ഷേ മെറ്റാഫിസിക്കൽ സബ്ജക്ട്സ് ഉണ്ട്, ബിയോണ്ട് ഫിസിക്സ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രത്യക്ഷത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ കണ്ണുകൊണ്ട് കണ്ടോ ചെവി കൊണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് ശബ്ദം തന്നെ വേണം. പ്രത്യക്ഷം, അനുമാനം, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പീരിമെൻ്റ് ചെയ്ത് കിട്ടുന്ന നോളജിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹാപോഹത്തിലൂടെ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് രണ്ടും മെറ്റാഫിസിക്കൽ സബ്ജക്ട്സിനെ മനസ്സിലാക്കി തരാൻ നമ്മളെ സഹായിക്കത്തില്ല. അവിടെയാണ് നമുക്ക് വേദങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നത്. ഈ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ ഞാൻ പഠിപ്പിച്ചിരുന്നു നമ്മുടെ ഫോണിൻ്റെ ഉദാഹരണത്തിലൂടെ. ഫോണെന്ന് പറയുന്നത് എന്താണ്? ഫോണിൽ ഹാർഡ്വെയർ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നമ്മളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമ്മൾ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, മനസ്സും നമ്മളല്ല, നമ്മളാണ്. ഇന്നലത്തെ ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, എന്താണ് നമ്മൾ ആരാണെന്ന് ചോദിച്ചു. എല്ലാവരും എഴുതി നമ്മൾ ശരീരമല്ല, പക്ഷെ നമ്മൾ എന്താണ്? നമ്മൾ ആത്മാവാണ്. ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഫിസിക്സിൽ വരുന്നതാണോ? അല്ല, മെറ്റാഫിസിക്സിൽ വരുന്നതാണ്. മാറ്റർ അല്ല, സ്പിരിറ്റാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കള്ളു കുടിക്കുന്ന ആ സ്പിരിറ്റാണോ? അതല്ല. സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിനും അപ്പുറത്തായിട്ടുള്ളൊരു കാര്യം, ഈ കണ്ണിൻ്റെ റേഞ്ചിനപ്പുറത്തുള്ള കാര്യം, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, സെൻസസിന് പെർസീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരു വസ്തുവാണ് നമ്മൾ, ആത്മാവ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മനസ്സിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് വേദങ്ങളിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇസ്കോണിലെ സ്ഥാപകാചാര്യൻ ശ്രീല പ്രഭുപാദ് ജി, നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നോക്കി, ലോകം കണ്ട ഏറ്റവും വലിയ വൈദിക പണ്ഡിതനാണ് ഇദ്ദേഹം. ഗ്രേറ്റ് സ്കോളറാണ്. വലിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇന്നും ടെക്സ്റ്റ് റെഫറൻസിന് വേണ്ടി ആ ബുക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് വലിയ സ്കോളറാണ്. ഒരിക്കൽ അദ്ദേഹം MIT കോളേജിലെത്തി. MIT കോളേജ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നിങ്ങൾ മുന്നോട്ടൊക്കെ പഠിച്ചിട്ട് IIT കോളേജിലൊക്കെ ചിലപ്പം പോകും. ഈ IIT കോളേജിൽ പഠിക്കുന്നവർക്ക് തന്നെ വലിയൊരു സ്വപ്നമാണ് MIT കോളേജ്. MIT കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, US-ലാണ്. അവിടെ ശ്രീല പ്രഭുപാദ്ജിയെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായി? ടോക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചതിന് ശേഷം ലാസ്റ്റിൽ ശ്രീല പ്രഭുപാദ്ജി അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? Where is that department? എന്ന് ചോദിച്ചു. Which department? പ്രൊഫസേഴ്സ് എല്ലാം ചോദിച്ചു. That department which speaks about the difference between
ലിവിങ് ബോഡി ആൻഡ് ഡെഡ് ബോഡി. എന്താണ് എൻ്റെ അർത്ഥം? എവിടെയാണ് ആ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ചോദിച്ചു. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജീവനുള്ള ശരീരവും മരിച്ച ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് എവിടെയെന്നാണ് പ്രഭുപാദ് ചോദിച്ചത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അന്നേരം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഈ ഒരു ജ്ഞാനം കിട്ടത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ പോയാലും, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിച്ചാലും ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം എങ്ങും കിട്ടത്തില്ല. ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം മെറ്റാഫിസിക്കലാണ്. മെറ്റാഫിസിക്കൽ കാര്യങ്ങൾ നിങ്ങളുടെ ബുക്സിൽ കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിലൊന്നും ഇതൊന്നും പഠിപ്പിക്കാത്തത്. കാരണം ഇത് അതിൽ നിന്നും വലിയ നോളജാണ്. ടെക്സ്റ്റ് ബുക്സിൽ ഒതുക്കാൻ പറ്റാത്ത നോളജ് ആയതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്തു, സിലബസിൽ നിന്ന് അത് മാറ്റിയിരിക്കുകയാണ്. കാരണം ഉള്ള സിലബസേ നമുക്ക് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അതും ചില ബുദ്ധി കൂടിയ മണ്ടന്മാർ പഠിക്കത്തില്ല, എന്തും കോപ്പി അടിച്ച് പാസ്സാവാൻ നോക്കും. അന്നേരം മെറ്റാഫിസിക്കൽ സബ്ജക്ട്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അതൊക്കെ മാറ്റി. പക്ഷെ അതൊക്കെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ സക്സസ്സിന് വലിയൊരു ബ്ലോക്കായിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവർ വലിയ ദേഷ്യമാണ്, തൊട്ടേനെ പിടിച്ചു വലിയ ദേഷ്യം. എന്തുകൊണ്ട്? മനസ്സിന് നിയന്ത്രണമില്ല. എപ്പോഴും കളി 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 കളിയും പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കാൻ താല്പര്യമില്ല. കൂട്ടുകാരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാം, സ്നേഹത്തോടെ സംസാരിക്കത്തില്ല. വാ തുറന്ന അബ്യൂസീവ് ലാംഗ്വേജ്, തെറി വിളിക്കും, ചീത്ത വിളിക്കും. ഇതൊക്കെ എന്തൊരു മോശമാണെന്നറിയാം. ഇനി പൊതുവേ നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ട് കാണണമെന്നാണ്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ചില വിദ്യാർത്ഥികളൊക്കെ അതുപോലും അറിയത്തില്ല. അമ്മയാരാണെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത പോലുമില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ്? മനസ്സിനകത്ത് വൈറസ് കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ ഫോണിൽ വൈറസ് കയറത്തില്ല, അതേപോലെ വൈറസ് കയറിയിരിക്കുകയാണ്. അന്നേരം ഫോണിനകത്ത് വൈറസ് കയറിക്കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ആത്മജ്ഞാനം തന്നെ വേണം. ആത്മജ്ഞാനം ഇല്ലാതെ വൈറസിനെ മാറ്റാൻ പറ്റത്തില്ല. ഇത് ക്രമേണ എന്താവും, ഈ വൈറസ് ഇരിക്കും തോറും അതിൻ്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ ഫെയിലിയർ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഫെയിലിയർ ആകും തോറും എന്താവും എന്നറിയാം, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെല്ലാം ഫെയിലിയർ ആകുമ്പോൾ അച്ഛനമ്മമാരെ, എടാ നിനക്ക് ഇത്രയൊക്കെ തന്നില്ലേ, നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അതിന് അച്ഛനമ്മമാർ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അച്ഛനമ്മയെ തന്നെ കുറ്റം പറയും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെന്നിട്ടുണ്ടോ? നല്ലൊരു ബൈക്ക് മേടിച്ച് തന്നിട്ടുണ്ടോ? പുതിയൊരു ഫോൺ മേടിച്ച് തന്നിട്ടുണ്ടോ? അങ്ങോട്ട് ഡിമാൻഡ്സ് ഇടും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? സ്വന്തം കുറ്റമാണെന്ന് ഒരു കുട്ടിയും സമ്മതിക്കത്തില്ല. എപ്പോഴും അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ടീച്ചറിനെ കുറ്റപ്പെടും. ടീച്ചർ നല്ലപോലെ പഠിപ്പിക്കുന്നില്ല കേട്ടോ, അതാണ് പ്രശ്നം. ടീച്ചർ നന്നായി കഴിഞ്ഞാൽ ഞാനും നന്നാവും. ടീച്ചറാണോ നന്നാവണ്ടേ അതോ നമ്മളാണോ നന്നാവണ്ടേ? നമ്മളാണ് നന്നാവേണ്ടത്. അച്ഛനമ്മമാർ അവർക്ക് പറ്റുന്ന എല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നില്ലേ, സ്നേഹത്തോടു കൂടി. നമ്മളാണ് നന്നാവേണ്ടത്. നമ്മൾ നന്നാവണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്ത് ചെയ്യണം? വല്ലപ്പോഴുമൊക്കെ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നൊക്കെ കുറച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ ഭഗവത്ഗീതയൊക്കെ ഒന്ന് പഠിച്ച് നമ്മൾ ഈ ഫോണല്ല, നമ്മൾ ഈ സോഫ്റ്റ്വെയർ അല്ല, നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ കുറച്ച് ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. കുറഞ്ഞ പക്ഷം നമ്മുടെ അച്ഛനുമാരും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കുക. അന്നേരമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മൾ ദേഷ്യപ്പെടുന്നോ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ, അന്നേരം ഈ നമ്മൾ ആത്മാവാണെന്നുള്ള കാര്യമൊക്കെ മറന്നു പോകും. നമ്മൾ ഈ ശരീരബോധത്തിൽ കൂടുതലിരിക്കും. അതൊക്കെയാണ് പ്രശ്നം. അവർക്കൊന്നും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അച്ഛനമ്മമാർ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉടനെ ദേഷ്യം വരും. ഇതൊക്കെ വളരെ മോശമാണ്. എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഭഗവത്ഗീത നല്ലപോലെ പഠിക്കണം. എന്നിട്ട് ഈ മെറ്റാഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഭഗവത്ഗീതയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസിലൂടെ ലാബോറട്ടറിയിലും അതിലുമൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മളെക്കുറിച്ചുള്ള നോളജ് എവിടെയാണുള്ളത്? ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിക്കണം. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം ആ ഒരു നോളജിലൂടെ, അതായത് എക്സ്റേ എങ്ങനെയാണോ ഡോക്ടർ നോളജ് വെച്ച് പഠിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തെയും നമ്മൾ നോളജ് കൊണ്ട് നോക്കണം. അന്നേരം നോളജ് ഏതൊക്കെ രീതിയിലുണ്ട്? പ്രത്യക്ഷ രീതിയിലുണ്ട്, അനുമാന രീതിയിലുണ്ട്. പക്ഷേ വേദങ്ങൾ, ശബ്ദരൂപത്തിലുള്ള വേദങ്ങൾ, അതായത് ഭഗവത്ഗീത, അങ്ങനെയുള്ള വൈദിക ഗ്രന്ഥങ്ങൾ വഴി മാത്രമേ നമുക്ക് നമ്മളെ പഠിക്കാൻ പറ്റൂ. അല്ലാത്ത വഴി പഠിക്കാൻ പറ്റത്തില്ല, കാരണം അതിലില്ല. ഏറ്റവും നല്ല കോളേജായിട്ടുള്ള മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവിടെ പോലും ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഭഗവത്ഗീത പഠിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ. അതൊക്കെ എന്ത് പറ്റും? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, അന്നേരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയ വിഷയം ആക്ഷനാണ്. ഈ ആക്ഷൻ റൈറ്റ് ആക്ഷൻ ആവാം, റോങ് ആക്ഷൻ ആവാം. റൈറ്റ് ആക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അതിനു വേണ്ടിയാണ് നമ്മൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് പഠിക്കണം എന്ന് പറഞ്ഞത്. ധർമ്മം അധർമ്മം എന്താണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താവും? നമുക്കത് പഠിക്കും, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഏതാണ് കറക്റ്റ് നോളജ് എന്ന് 3 ഇയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതിൽ ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇടയ്ക്ക് വെച്ച് ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് പ്രശ്നമായി. അന്നേരം 3 ഇയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചില്ല തുടങ്ങുന്നത്. ആദ്യത്തെ ഇ എന്താണ്? എപ്പിക് ആണെന്ന് പഠിച്ചു. അതൊക്കെ എന്താണ്? രാമായണം, മഹാഭാരതം, ഉപനിഷത്തുകൾ, ഇതൊക്കെ. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? ഇനി അടുത്ത ഇ എന്താണ്? എക്സ്പേർട്ട്. ആദ്യത്തെ ഇ എപ്പിക്, രണ്ടാമത്തെ ഇ എന്താണ്? എക്സ്പേർട്ട്. അതായത് നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം, ഭഗവത്ഗീത ഒക്കെ. പക്ഷെ ആരിൽ നിന്ന് പഠിക്കണം? അതിലെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് അതിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കണം. ആരൊക്കെയാണ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ? നമ്മുടെ അച്ഛനമ്മമാർ. നമ്മുടെ ഈ വൈദിക ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ അച്ഛനമ്മമാർ തന്നെ പറഞ്ഞു തരും. ഇവരിൽ നിന്ന് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കൂ. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഭഗവത്ഗീതയൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് ശരി തെറ്റ് എന്താണെന്ന് നമ്മളിപ്പം കുട്ടികളായതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനമ്മമാരോട് ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അച്ഛനമ്മമാരോട് ചോദിക്കാതെ ഒരു കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല. അന്നേരം ശരിയും തെറ്റും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഭഗവത്ഗീത, ഭാഗവതമൊക്കെ പഠിച്ചിട്ടോ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല, സ്കൂളിലൊക്കെ വലിയ തിരക്കാണ്. അന്നേരം കുറഞ്ഞ പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചിട്ടേ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നീ നമ്മൾ ഭഗവത്ഗീത പഠിക്കണം, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കേ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭഗവത്ഗീതയൊക്കെ മനസ്സിലാകുന്നത്? ഇതൊക്കെ വലിയ സബ്ജക്ട്സ് ആണ്. അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ശരി, എന്ത് തെറ്റെന്ന് എങ്ങനെ മനസ്സിലാക്കണം? നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിക്കണം. അച്ഛ, ഇത് ചെയ്യാമോ? ഇത് നല്ലതാണോ? അച്ഛൻ പറയാം, ചെയ്തോ. അമ്മ പറയുകയാണ്, അമ്മയടുത്ത് പറയണം, അമ്മ ഇത് ചെയ്തോട്ടെ. ചെയ്തോളൂ. അമ്മ പറയുകയാണ്, ഇത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ അച്ഛനമ്മയുടെ പറയാം, അച്ഛാ എനിക്കിത് വേണം. അച്ഛനമ്മമാർ പറയുകയാണ്, മോനെ വേണ്ട, അത് നിനക്ക് നല്ലതല്ല. ഉടനെ അത് ശരിയെന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് കൊണ്ട് ഇല്ല, എനിക്കത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കത്തില്ല. അതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് അല്ലേ? അന്നേരം ധർമ്മം അധർമ്മം എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? നമ്മുടെ അച്ഛനമ്മമാരെന്ത് പറയുന്നോ അതാണ് നമ്മുടെ ധർമ്മം. നമ്മുടെ പാണ്ഡവരെയൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് മുതിർന്നവർ പറയുന്നു അത് അതേപോലെ അനുസരിക്കും. നമ്മുടെ രാമഭഗവാൻ, ശ്രീരാമചന്ദ്രനെ കണ്ടില്ലേ? അച്ഛൻ പറഞ്ഞു 14 വർഷം വനവാസത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഉടനെ തയ്യാറായി. അന്നേരം അതേപോലെ നമ്മുടെ അച്ഛനമ്മയെ എന്ത് പറയുന്നോ അത് അതേപോലെ അനുസരിക്കണം. അതാണ് ധർമ്മം. ടീച്ചർ പറയുന്നത് അതേപോലെ അനുസരിക്കണം. അതാണ് ധർമ്മം. അന്നേരം മാതാ, പിതാ, ഗുരു, ദൈവം.
അമ്മ പറയുന്നത് കേൾക്കുകയാണ്, അച്ഛൻ പറയുന്നത് നമ്മൾ അനുസരിക്കുകയാണ്, ടീച്ചർ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്. അന്നേരം അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മുടെ ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഭഗവാൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഭഗവാൻ അത്ര ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കൂ. നമ്മുടെ ഭാഗത്ത് ധർമ്മം ഇല്ലെങ്കിൽ ഭഗവാൻ കൂട്ടത്തിൽ നിൽക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു കള്ളൻ മോഷണം എല്ലാം ചെയ്തതിന് ശേഷം, കള്ളത്തരം എല്ലാം ചെയ്തതിന് ശേഷം പിടിക്കപ്പെടുന്ന സമയത്ത് പോലീസുകാരൻ ചോദിക്കും, എന്തിനാണ് നീ ഇത് ചെയ്തത്? അന്നേരം ഉടനെ പോലീസുകാരൻ കള്ളം പറയുകയാണ്, ഇതെല്ലാം ഞാൻ ധർമ്മത്തിന് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയാണെന്ന് പറയും. പക്ഷെ അന്നേരം പോലീസുകാരൻ എന്ത് പറയും? ഇതൊന്നും ധർമ്മമല്ല. കാരണം സിറ്റിയുടെ ലോ അനുസരിച്ച്, നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് മോഷണം ഒരു കുറ്റമാണ്. അന്നേരം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലോ, ഇന്ത്യൻ പീനൽ കോഡ്, IPC. നിങ്ങൾ പലപ്പോഴും ഫിലിമിലൊക്കെ കാണും IPC ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ല, ഒരു നമ്പരൊക്കെ പറയത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ റൺ ചെയ്യുന്നത് ഒരു ലോ അനുസരിച്ചാണ്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചം ചലിക്കുന്നതും ഒരു ലോ അനുസരിച്ചാണ്. ഈ ലോയുടെ ബുക്കാണ് ഭഗവത്ഗീത. അന്നേരം പലപ്പോഴും നമുക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം അച്ഛനമ്മമാർ പറയുന്നത് മാതിരിയേ നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ. അച്ഛനമ്മമാർ വേണ്ട എന്ന് പറയുന്ന കാര്യം സന്തോഷത്തോടു കൂടി വേണ്ട എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ശാഠ്യം പിടിക്കരുത്, അതൊക്കെ വളരെ മോശമാണ്, അതൊക്കെ അധർമ്മമാണ്. എപ്പോഴും ധർമ്മം തന്നെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? റൈറ്റ് ആക്ഷൻ. റോങ് ആക്ഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? റൈറ്റ് ആക്ഷൻ. റോങ് ആക്ഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും ചെയ്താൽ ബാക്കിയുള്ള 5 സൂത്രം നമ്മൾ ക്രമേണ ഇനിയുള്ള 3 സൂത്രം നമ്മൾ ക്രമേണ പഠിക്കുകയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 2 സൂത്രം നിങ്ങൾ മാത്രം ഒന്ന് ആചരിച്ചു നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ 90% സക്സസ്ഫുൾ ആവും, ഉറപ്പാണ്. അതായത് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വയ്ക്കുക. ശരിയും തെറ്റും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക? അച്ഛനമ്മമാർ പറയുന്നതിനനുസരിച്ച്. എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയും. ആദ്യത്തെ എന്താണ്? എപ്പിക്. രണ്ടാമത്തെ എന്തുവാണ്? എക്സ്പേർട്ട്. ഇത് രണ്ടും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ എന്താവും അറിയോ? ക്രമേണ നിങ്ങൾ മൂന്നാമത്തെ യിലെത്തും. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്തുവാണ്? എക്സ്പീരിയൻസ്. കുറേ കാലം ഇങ്ങനെ കഴിയുമ്പോൾ, നിങ്ങൾ കുട്ടിക്കാലം മുതൽ വലുതാവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കീപ്പ് ചെയ്യുന്നു, റൈറ്റ് ആക്ഷൻ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭഗവത്ഗീതയൊക്കെ പഠിച്ചോ? അതൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അച്ഛനമ്മമാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ടീച്ചർ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. പിന്നെന്ത് പറ്റും? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലയിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പ് നിങ്ങൾക്ക് വരും. വളരെ സിമ്പിളാണ്. അന്നേരം ശരിയേത് തെറ്റേത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം? 3 യുടെ അടിസ്ഥാനത്തിൽ. എപ്പിക്കിൻ്റെ സഹായം എടുക്കുക, അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാരുടെ സഹായം എടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താണ്? അച്ഛനമ്മമാരുടെ സഹായം കൊണ്ടേ പറ്റൂ. അച്ഛനമ്മമാരുടെ സഹായം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതാണ് റൈറ്റ് നോളജിനുള്ള പോംവഴി. ഇപ്പോൾ ഉദാഹരണത്തിന്, ദ്രോണാചാര്യർ ഹയർ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിലും ടെസ്റ്റ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലും ടെസ്റ്റ് ഉണ്ട്, പരീക്ഷകളൊക്കെ ഉണ്ട്. എന്തിനാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ പാസ്സായാൽ മാത്രമേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് വരും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 6ാം ക്ലാസ്സിലേക്ക് വരണം, എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. അതേപോലെ തന്നെ അർജുനന് ബാക്കിയുള്ള എല്ലാവർക്കും ഹയർ
ശസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ദ്രോണാചാര്യർ ഒരു ടെസ്റ്റ് ചെയ്തു. അതായത് ദ്രോണാചാര്യർ ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ, എല്ലാ ശിഷ്യരും ഒന്നിച്ച് കുളിക്കാൻ പോകുന്ന സമയത്ത് എന്തായി? പെട്ടെന്നൊരു മുതല വന്നു. എന്നിട്ട് ദ്രോണാചാര്യർ ഇങ്ങനെ മെഴുകാൻ തുടങ്ങി. ഉടനെ ഇവർക്ക് ബാക്കിയുള്ള എല്ലാവർക്കും ശസ്ത്രവിദ്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ശസ്ത്രവിദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കുട്ടികളെല്ലാം ഓടി. സ്വന്തം ടീച്ചറാണ് അപകടത്തിലായത്, ശാസ്ത്രവിദ്യ എല്ലാം അറിയാം, പക്ഷേ കുട്ടികളൊന്നും ചെയ്തില്ല. ദ്രോണാചാര്യർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അർജുൻ എന്ത് ചെയ്തു? ഉടൻ തന്നെ കരയിൽ പോയിട്ട് അസ്ത്രമൊക്കെ എടുത്തിട്ട് അസ്ത്രം അയക്കാൻ തുടങ്ങി. ഗുരു പഠിപ്പിച്ചതെല്ലാം കറക്റ്റായിട്ട് അസ്ത്രം അയച്ച് ആ മുതലയെ കൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അർജുനന് മനസ്സിലായത് ആ മുതല ഒരു യന്ത്രമുതലയായിരുന്നു. അത് ദ്രോണാചാര്യർ തന്നെ അദ്ദേഹത്തിൻ്റെ യോഗസിദ്ധിയാൽ നിർമ്മിച്ച ഒരു യന്ത്രമായിരുന്നു. അന്നേരം ദ്രോണാചാര്യർ പറഞ്ഞു, നീ എൻ്റെ പരീക്ഷണത്തിൽ വിജയിയായി, നിനക്ക് ഞാൻ വലിയ ശാസ്ത്രവിദ്യ പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് എന്താണ്? നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുകയും റൈറ്റ് ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ റോങ് ആക്ഷൻ ചെയ്യുകയാണ്, അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ആക്ഷനിലോട്ട് ഇറങ്ങുന്നില്ല. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്, പല കുട്ടികളും ശ്രദ്ധിക്കുന്നില്ല. പല കുട്ടികളും, കുറച്ച് കുട്ടികൾ, കൂടുതൽ കുട്ടികൾ എന്താണ് ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. അന്നേരം എന്താണ്, നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ ഇത് ആക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ എന്താവും? അവർക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണല്ലോ 5 സക്സസ് സൂത്രങ്ങൾ എന്നല്ലേ പറയുന്നത്. അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം, റൈറ്റ് ആക്ഷനും വേണം. ഇത് രണ്ടും കൂടെ ആവുമ്പോഴത്തേക്ക് എന്താണോ അമേസിങ് കോമ്പിനേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചു, ഈ റൈറ്റ് ആക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? നമ്മുടെ ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ടോ അതിനുള്ള സമയം നമുക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛനമ്മമാരോട് ചോദിക്കണം, നമ്മുടെ മുതിർന്നവരോട്, ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കണം. അങ്ങനെ നമ്മൾ ധർമ്മം ചെയ്യണം. ഈ ധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ എന്താവും? എങ്ങനെയാണോ അർജുൻ്റെ ധർമ്മം ചെയ്തത്, പഠിച്ചത് തന്നെ പ്രാവർത്തികമാക്കി. അന്നേരം ദ്രോണാചാര്യർ പറഞ്ഞു, നീ യോഗ്യനാണ് ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടി, ഹയർ നോളജിന് വേണ്ടി. അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വയ്ക്കുകയാണ്, റൈറ്റ് ആക്ഷനും ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ. അന്നേരം ഇതിനെ പറയുന്നത് കർമ്മം എന്ന് പറയും, വികർമ്മം എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഭഗവത്ഗീതയിൽ അധർമ്മത്തിനെ കുറിച്ച് പറയുന്നത് വികർമ്മം എന്നാണ്. ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? കർമ്മം എന്നാണ് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. വികർമ്മം എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട, ധർമ്മം കർമ്മം ഒന്ന് തന്നെയാണ്. അധർമ്മം വികർമ്മം ഒന്ന് തന്നെയാണ്. എന്ത് ചെയ്യാൻ പാടുണ്ടോ അതാണ് ധർമ്മം, എന്ത് ചെയ്യാൻ പാടില്ല അത് അധർമ്മം. എന്ത് ചെയ്യാം അത് കർമ്മം, എന്ത് ചെയ്യാൻ പാടില്ല അത് വികർമ്മം. വളരെ സിമ്പിളാണ്. അന്നേരം ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? ഭഗവത്ഗീതയിൽ കർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്, വികർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. അതെന്താണ്? അകർമ്മം എന്ന് പറയുന്നുണ്ട്. ഈ അകർമ്മം എന്താണ്? ഈ അകർമ്മം, ഹരേ കൃഷ്ണ. എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? പ്ലീസ് തമ്പടിക്കുക. ഇടയ്ക്കിടയ്ക്ക് നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസാണ്, ക്ഷമിക്കണം. കവറേജ് ഇഷ്യൂസാണ്, ക്ഷമിക്കണം. ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? തമ്പടിച്ചേ. എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്, വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്കും കിട്ടും.
അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പം നിങ്ങളുടെ അവിടുത്തെ നെറ്റിൻ്റെ ഇഷ്യൂ ആകും, അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ നെറ്റിൻ്റെ ഇഷ്യൂ ആകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം അതൊന്നും ഭയപ്പെടേണ്ട. ക്ലാസ് എന്തായാലും റെക്കോർഡഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അന്നേരം നമ്മൾ ധർമ്മത്തെക്കുറിച്ചും പഠിച്ചു, അധർമ്മത്തെക്കുറിച്ചും പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടാതെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അകർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതും കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമ്മുടെ തീർന്നു. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, ഇപ്പം തീരും ക്ലാസ്. അന്നേരം അകർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. താമരയുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്, ലോട്ടസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ചെളിയിലാണ് ഉദ്ഭവിക്കുന്നതെങ്കിലും വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും വെള്ളത്തിൽ തൊടാതിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ വെള്ളം ഒരിക്കലും താമരയെ വെറ്റാക്കുന്നില്ല. അന്നേരം ഭഗവാൻ പറയുന്നത് എന്താണ്? ധർമ്മം ചെയ്യണം, അധർമ്മം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതുകൂടാതെ ധർമ്മത്തെയും അധർമ്മത്തെക്കാട്ടിയും ഒരു ഉയർന്ന രീതിയുണ്ട് ചെയ്യാൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും താമരയെ പോലെ ഇരിക്കാൻ പറ്റും. താമരയെ പോലെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ വന്നാലും നമുക്ക് എപ്പോഴും കൂളായിട്ടിരിക്കാൻ പറ്റും. അതാണ് നമ്മൾ ലോട്ടസിൽ നിന്ന് പഠിക്കുന്നത്. അതായത് വലിയ ഒരു തത്വചിന്തകൻ പറയും, ജനിക്കുന്നത് ദരിദ്രനായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മരിക്കുന്നത് ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ തെറ്റാണ് എന്ന് പറയുന്നത്. ജനിക്കുന്നത് ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മുടെ തെറ്റല്ല, പക്ഷെ മരിക്കുന്നത് ദരിദ്രനായിട്ട് മരിക്കുന്നത് ആരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ താമരയിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മുടെ ജനനത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചില്ല എങ്കിലും നമ്മുടെ ആക്ഷനിലൂടെ നമുക്ക് താമരയെ പോലെ ഉയരാൻ പറ്റും. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും എന്താണ്? ഇത് ശരിയല്ല, അത് ശരിയല്ല, എനിക്കിത് കിട്ടുന്നില്ല, എൻ്റെ അച്ഛൻ്റെ ഈ കാറില്ല, എനിക്ക് പുതിയ ഫോണില്ല, ഇതില്ല, അതില്ല. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്തുണ്ടോ അത് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കൂ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി റൈറ്റ് ആക്ഷനിലൂടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ച് നിങ്ങൾ ഉയരാൻ ശ്രമിക്കൂ. അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കണേ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം, റൈറ്റ് ആക്ഷനും വേണം. അതിനു ഉപരിയായിട്ടുള്ള പുതിയൊരു ഫോമുലയാണ് ഭഗവാൻ താമരയുടെ ഉദാഹരണത്തിലൂടെ ഭഗവാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് ആക്ഷൻ്റെ ഇതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? ശരിയായിട്ടുള്ള ആക്ഷൻ ചെയ്യണം, തെറ്റായിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ ഒരു ലോട്ടസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നാലും വന്നില്ല എങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് താമരയെ പോലെ ഉയരാൻ ശ്രമിക്കണം. ഇതാണ് ഇതുവരെയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പല കുട്ടികളും പല കംപ്ലയിൻസും പറഞ്ഞു. അതായത് അവർക്ക് പരീക്ഷ ഈ രാത്രി കൺവീനിയൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ടീമുമായിട്ടൊക്കെ മീറ്റിംഗ് കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ക്ലാസ് ഇപ്പോൾ കഴിയുകയാണ്. കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആൻസർ ഷീറ്റ് ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അയച്ചു തരിക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? നേരത്തെ 1.5 മണിക്കൂറേ ഉള്ളായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടുകയാണ്. കാരണം നിങ്ങളെല്ലാവരും വളരെ ബിസിയാണെന്ന് എനിക്കറിയാം. അന്നേരം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാക്കി തരികയാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, ഹോംവർക്ക് കാണും, എക്സാം കാണും, പിന്നെ അച്ഛനമ്മമാരും ബിസി ആയിരിക്കും, അവർക്കും ജോലിയും അതൊക്കെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയും തിരക്കുണ്ടായിട്ടും
നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ ഒരുപാട് വിജയം വരും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത് ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഇന്നലെ നമ്മൾ പഠിച്ച എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ ലോട്ടസിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ എങ്ങനെ ജനിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അതിൽ നിന്നൊക്കെ ഉയരത്തിലെത്തണം. സാഹചര്യം, നമ്മൾ ഒരിക്കലും സാഹചര്യത്തിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ടീച്ചറിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എന്തൊക്കെ ലഭിച്ചോ അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞതിന് ശേഷം അതിന് നമ്മൾ കടപ്പെട്ടിരിക്കണം. ഇപ്പോഴത്തെ ഇതിൽ നിന്ന് ഉയരാൻ ശ്രമിക്കണം. ഒരു താമര പോലെ ഉയർന്നു വരണം. നിങ്ങളെല്ലാവരും മുന്നോട്ട് ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മമാർക്കും നിങ്ങളുടെ ടീച്ചറിനും നിങ്ങളുടെ സ്കൂളിനും നല്ല അഭിമാനം വരുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ അച്ഛനമ്മമാരും നിങ്ങളുടെ ടീച്ചറാണ്. അന്നേരം ഇന്നലെ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ആക്ഷനെ കുറിച്ച് പഠിച്ചു. റൈറ്റ് ആക്ഷൻ, റോങ് ആക്ഷൻ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല. എപ്പോഴും ഉയരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ റൈറ്റ് ആക്ഷൻ ചെയ്യണം. ആ റൈറ്റ് ആക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ക്ഷമിക്കണം, ഇന്നത്തെ ദിവസം കുറേ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ ആണ്. കുഴപ്പമില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ ഒക്കെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അന്നേരം ഇന്നലെ നമ്മൾ PA കുറിച്ച് പഠിച്ചു, ഇന്ന് ആക്ഷനെ കുറിച്ച് പഠിച്ചു. എങ്ങനെ റൈറ്റ് ആക്ഷൻ ചെയ്യണം, റോങ് ആക്ഷൻ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ ഈ 3Eയുടെ അടിസ്ഥാനത്തിൽ. എന്തൊക്കെയാണ് 3E? എപ്പിക്, എക്സ്പേർട്ട്, എക്സ്പീരിയൻസ്. ഈ 3 E ആണ് നമ്മൾ പഠിച്ചത്. എപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൈദിക പുരാണങ്ങളും ഉപനിഷത്തുകളും അതുമൊക്കെ. അതൊക്കെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്? അച്ഛനമ്മമാരോടും മുതിർന്നവരും നമ്മുടെ ടീച്ചറും പറയുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. അന്നേരം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വളരുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങളും കറക്റ്റായിട്ടുള്ള ആക്ഷൻസും ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അന്നേരം ഇതിനെക്കുറിച്ച് 8 മണി അടുക്കാറാവുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരം ഇന്ന് 8 മണി മുതൽ, 8 മണി എന്നുള്ളത് ചിലപ്പോൾ 8:15 ആവും, മാക്സിമം 8:30 ആവും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിനുശേഷം നിങ്ങൾ ആൻസർ ഷീറ്റൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഏത് നമ്പറിലേക്കാണോ അയക്കേണ്ടത് ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. നാളെ രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. എല്ലാവർക്കും നല്ല സക്സസ് ലഭിക്കട്ടെ അവരുടെ ജീവിതത്തിലും പഠിത്തത്തിലും. ഹരേ കൃഷ്ണ.